ഹലോ ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ട പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ ദം ബിരിയാണിയാണ് നമ്മളും തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകാം. ദിസ് ദിനെ സോണി ആൻഡ് വെൽക്കം ടു അവർ ദിനാസ് വേൾഡ്. അപ്പോൾ ഞാനിവിടെ കല്ലുമ്മക്കായ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. എത്രത്തോളം കല്ലുമ്മക്കായ നമ്മൾ എടുക്കുന്നുവോ അത്രത്തോളം മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കണം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കല്ലുമ്മക്കായ ജസ്റ്റ് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് മൂടിയെ മാറ്റി നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം വീണ്ടും മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കല്ലുമ്മക്കായ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റോളം അടിപിടിക്കാത്ത നല്ലപോലെ മാറ്റി കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ വറുത്ത് കോരി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ജലാംശം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നോളും. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ മാറ്റി വയ്ക്കാം. അതേ ഫ്രൈ പാനിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് കല്ലുമ്മക്കായാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നല്ലപോലെ ഇട്ട് വഴറ്റി കൊടുക്കുക. കല്ലുമ്മക്കായ കൂടുതൽ എടുക്കുന്നതനുസരിച്ചിട്ട് സവാളയും കൂടുതലെടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ക്ലീൻ ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കല്ലുമ്മക്കായുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും നമ്മുടെ ദം ബിരിയാണിയിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നല്ലപോലെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത് നമ്മുടെ കല്ലുമ്മക്കായ വേവിച്ചെടുക്കണം. അപ്പോൾ മൂടിയെ മാറ്റി പിന്നെയും ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നമ്മുടെ കല്ലുമ്മക്കായ നല്ലപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഒരു ലേശം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൽ ഉപ്പിൻ്റെയും എരിവിൻ്റെയും ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം അപ്പോൾ ഉപ്പ് അങ്ങനെ കുറവുണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ലേശം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കല്ലുമ്മക്കായ ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് സാധാരണ ഞാൻ കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാറാണ് പതിവ്. ഇതും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ ബിരിയാണി തയ്യാറാക്കുന്ന പോലെ തന്നെ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക അതുപോലെ തന്നെ റൈസ് വേവിച്ചെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ചെയ്യുന്നത് വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രാവശ്യം അതില്ല. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായുടെ മസാല തയ്യാറാക്കി അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. മസാല നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. റൈസ് വെന്തത് അതിന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഈ ലേശം ഗരം മസാലയും മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും അതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കല്ലുമ്മക്കായുടെ ഈ ഒരു മസാല നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കല്ലുമ്മക്കായ ദം ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.